ഹായ് ഓൾ, ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് സാധു മേരി കിങ്ഡം കണ്ണൂർ അവിടേക്കായിരുന്നു. സത്യത്തിൽ ഈ ഒരു പാർക്കിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഞങ്ങൾ പോകുന്നതിൻ്റെ ആ ഒരാഴ്ചയാണ്. അധികം ആരും എത്തിപ്പെടാത്ത ഒരു പാർക്കാണ്. എന്നാൽ നല്ല റൈഡുകളും എല്ലാം മറ്റു വാട്ടർ തീം പാർക്കിലുള്ള പോലെയുള്ള എല്ലാ റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പാർക്കാണ്. അവിടെ തിരക്ക് കുറവുള്ളത് കാരണം കുറച്ച് മെയിൻ്റനൻസ് അവർ ചെയ്തത് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. എന്നാലും ഒരുപാട് നമുക്ക് ഈ കാറിൻ്റെ റൈഡൊക്കെ ഒരുപാട് സമയം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അവർ അൺലിമിറ്റഡ് ആയിട്ട് തരുന്നുണ്ടായിരുന്നു എല്ലാം. പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളും പിന്നെ വേറൊരു സ്കൂളും 2 സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പിന്നീട് ഞങ്ങളവിടെ എത്തി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സ്കൂളുകാർ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റൈഡിലും പോയി കയറുക ഇറങ്ങുക ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. എവിടെയും നമുക്ക് വെയിറ്റിങ്ങോ ഒന്നും വന്നിട്ടില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല സ്റ്റാഫാണെങ്കിലും നമ്മളോട് നല്ല സപ്പോർട്ടായിരുന്നു. വളരെ നല്ല ഒരു സംഭവമായിരുന്നു. ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് റൈഡുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലുള്ള എല്ലാം ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. ഇത് പാരൻസ് ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് റൈഡുകളുണ്ട്. ഉള്ളിൽ കൂടെ ഇങ്ങനെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ, അതിൻ്റെ ഇത് പേര് എനിക്കറിയില്ല കേട്ടോ, ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്ന് ഒരു പൂളിലേക്ക് വീഴുന്ന ടൈപ്പും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. മ്യൂസിക് വിത്ത് ഡാൻസ്, ഇപ്പോൾ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ശരിക്കും ചെയ്തപ്പോൾ നന്നായിട്ട് തലകറങ്ങി സൈഡായി പോയിട്ടോ. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചതാണ്. എന്നാലും അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ഇതൊന്ന് സ്ലോ ആക്കിയപ്പോൾ ഞാൻ കരുതി ഇത് തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അത് തീർന്നിട്ടില്ലായിരുന്നു. ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല അതിൽ കയറിയതിന് ശേഷം. അത്രയ്ക്ക് തല കറങ്ങുന്നൊരു സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു മ്യൂസിക്കൽ ചെയർ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര അതിൽ കയറി ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് പേടിയൊന്നും ആവില്ല. പിന്നെ ഈ തോണി അത്യാവശ്യം പേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു, കുട്ടികളുള്ളതല്ലേ. അങ്ങനെ അവർ സ്പീഡ് കുറച്ച് തന്നു. പിന്നെ ഇത് വേവാണ്. വേവിലും നല്ല വേവായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാ വാട്ടർ തീം പാർക്കിലുള്ള പോലെ തന്നെയുള്ള നല്ല രസമായിരുന്നു. അതിൽ ഒരുപാട് ഞാൻ വെള്ളത്തിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു കുട്ടികൾ കയ്യിലുള്ളത് കാരണം. എന്നാലും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേവായിരുന്നു. കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെല്ലാവരും സാവധാനം നമ്മുടെ ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി ഒരു പാർക്ക് തുറന്നിട്ട് പോലുണ്ടായിരുന്നു അവിടെ പോയ സമയത്ത്. ഇതിലൂടെ ഇങ്ങനെ ഒരു കുട്ടീൻ്റെ പേരൻ്റാണത്. അതിലൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. നല്ല രസമാണ് അതിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ, ഹൈറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ കാണുന്നത് കാട്ടിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനാണ്. ട്രെയിനിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇവിടെയായിട്ട് സിംഹം, കടുവ ഇതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കാഴ്ചകൾ. നല്ലൊരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു അത്. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ ഒരു ട്രെയിനിലൂടെയുള്ള യാത്ര. പലതും നമുക്ക് ആ സൈഡ് വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു പാർക്ക് പോയി നോക്കൂ കേട്ടോ. നല്ലതാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ.